ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ഭരണപരമായ അനാസ്ഥ. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാത്തതടക്കം എല്ലാ മേഖലകളിലും തെളിഞ്ഞിരിക്കുകയെന്ന് LDF നേതാക്കൾ. മറ്റുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് ആവശ്യമുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് കൈമാറിയപ്പോൾ കൊണ്ടാഴി പഞ്ചായത്ത് ഭരിക്കുന്നവർ കൊണ്ടാഴിയിലെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് കൈമാറാൻ വിമുഖത കാണിക്കുകയാണെന്ന് CPIM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗവും കൊണ്ടാഴി സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ T. ഗോകുലിനും CPI ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗം PR വിശ്വനാഥനും ആരോപിച്ചു. കൊണ്ടാഴി പഞ്ചായത്തിന്റെ ഭരണപരമായ അനാസ്ഥ ഒരിക്കൽ കൂടി പ്രകടമാക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 23-ാം തീയതി പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടിക 16 വാർഡുകളിൽ നിശ്ചയിക്കപ്പെട്ടത് ഇതുവരെയും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ വോട്ടർ പട്ടികയുടെ കോപ്പി നൽകുക എന്ന നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ്റെ ഉണ്ട്. അതനുസരിച്ച് സമീപ പഞ്ചായത്തായ തിരുവില്ലാമല, പഴയന്നൂര്, ചേലക്കര, അങ്ങനെ മറ്റു എല്ലാ പഞ്ചായത്തുകളിലും ഇന്നലെ 3 മണിയോടുകൂടി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും അതത് രാഷ്ട്രീയ പാർട്ടികളുടെ കത്തുമായി വരുന്നവർക്കൊക്കെ വോട്ടർ പട്ടിക കോപ്പി കൊടുക്കുകയുണ്ട്. അത് കൊണ്ടാഴി പഞ്ചായത്തിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞതും പറഞ്ഞതും അത് കൊടുക്കാനുള്ള ഉത്തരവ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പ്രസിദ്ധീകരിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കാൻ കഴിയില്ല, പറഞ്ഞിട്ടില്ല എന്നാണ്. കൊണ്ടാഴി പഞ്ചായത്തിലെ പ്രതിപക്ഷ മെമ്പർമാർ ഒക്കെ ചോദിച്ചു പോയിട്ട് വോട്ടർ പട്ടികയുടെ സ്ഥിതി എന്നാണ്, കൊടുക്കാൻ യാതൊരു നിർവാഹവുമില്ല എന്ന നിലപാടാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പറഞ്ഞത്. ഇതാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുവെ ഒരു സ്ഥിതി. അത് കഴിഞ്ഞ 55 മാസമായിട്ടതാണ്. 150ഓളം റോഡുകൾ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിനകത്ത് കുണ്ടും കുഴിയായി പൊളിഞ്ഞു കിടക്കുകയാണ്. ഏകദേശം സ്ഥലമുണ്ടായിട്ടും പട്ടികയിൽപ്പെട്ടിട്ടും 76-77 വീടുകൾ ജനറൽ വിഭാഗത്തിൽ ഇനിയും ലഭ്യമായിട്ടില്ല, ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട്. മറ്റെല്ലാ പഞ്ചായത്തുകളും ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ ഒരു കെടുകാര്യസ്ഥത പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കെടുകാര്യസ്ഥതയാണ്. കാരണം അയാൾ അറിഞ്ഞേ എല്ലാം ചെയ്യാൻ പാടും, അയാൾ നോക്കിയേ എല്ലാം ചെയ്യാൻ പാടും. ആ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് കൊണ്ട് ഒന്നും തന്നെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് നടക്കുന്നില്ല. അപ്പോൾ നമ്മളെല്ലാം കണ്ടതാണ്. 58 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ കെട്ടിടം നവീകരിച്ചു എന്ന് പറയുന്നത്. ആരാ കണ്ടെടുത്തത്? ആരാണത് പണിതത്? സാധാരണ നിലയിൽ ഇത്തരം കെട്ടിടങ്ങളുടെ നിർമ്മാണ പണി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉദ്ഘാടനം വന്നു. ആ ഉദ്ഘാടനത്തിൽ അതിൻ്റെ നിർവ്വഹണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് വയ്ക്കും. കൊണ്ടാഴി പഞ്ചായത്തിൽ നോട്ടീസിൽ റിപ്പോർട്ടുണ്ട്, പക്ഷേ പരിപാടിയിൽ റിപ്പോർട്ട് വെച്ചില്ല. അന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേരളത്തിൽ അസൂയാവഹമായൊരു പഞ്ചായത്താണിത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലും ഇങ്ങനൊരു പഞ്ചായത്ത് ഓഫീസില്ല. കോർപ്പറേറ്റ് മോഡലിലാണ് പഞ്ചായത്ത് ഓഫീസ്. 6 മാസം മുമ്പേ മായന്നൂർ ചിറക്കര സെന്ററിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പ്രസംഗിച്ചത് ഇതുപോലെ പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലവും പഞ്ചായത്തും കേരളത്തിൽ എവിടെയുമില്ല. കൂടാതെ കൊണ്ടാഴി പഞ്ചായത്ത് ഭരിക്കുന്നവരുടെ വിവിധ കൊള്ളരുതായ്മകളും അവർ ഉന്നയിച്ചു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് കേരള സംസ്ഥാനത്ത് തന്നെ നാണക്കേടാകുന്ന രീതിയിലുള്ള മറ്റൊരു പ്രവൃത്തി കൂടി ചെയ്തിരിക്കുകയാണ്. സംസ്ഥാനത്ത് ആലപ്പുഴ ജില്ല ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഗ്രാമപഞ്ചായത്തുകൾ കരട് വോട്ടർ പട്ടിക അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിതരണം ചെയ്യുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന കൊണ്ടാഴി പഞ്ചായത്ത് അത് കോൺഗ്രസ്സുകാർക്ക് മാത്രം കൊടുത്ത് കർക്കിടക ഒഴിവു ദിവസമായി ഇന്ന് കോൺഗ്രസ്സുകാർ വീട് വീടാന്തരം കയറി വോട്ട് ചേർക്കുന്നതിന് വേണ്ടിയുള്ള സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി കൊണ്ടാഴി പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വോട്ടർ പട്ടിക വിതരണം നാളേക്ക് മാറ്റി വച്ചിരിക്കുന്നു. ഒഴിവ് ദിവസമായി ഇന്ന് കരട് വോട്ടർ പട്ടിക പഠിച്ച്
ഇവിടെയുള്ള വോട്ടർ പട്ടിക പേരില്ലാത്ത ആളുകളുടെ പേര് ചേർക്കേണ്ട ദിവസം ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ അത് ബോധപൂർവം അറിഞ്ഞിട്ടും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വോട്ട് ചേർത്തിയാലോ എന്ന ഭയം കൊണ്ട് ഇന്ന് കോൺഗ്രസ്സുകാർ ആ വോട്ടർ പട്ടിക വെച്ച് വീട് വീടാമ്പരം കയറിക്കൊണ്ടിരിക്കുകയാണ് വോട്ട് ചേർക്കാൻ വേണ്ടി. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റിൻ്റെ താക്കീതനുസരിച്ച് നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി ഉദ്യോഗസ്ഥർ മാറിയിരിക്കുകയാണ്. ഇത് കേരളത്തിന് തന്നെ അപമാനകരമാണ്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് 23-ാം തീയതി ഇത് പ്രസിദ്ധീകരിക്കുകയും പൊതുജനങ്ങൾക്ക് കൊടുക്കുകയും വേണം, ഇവിടുത്തെ അംഗീകൃത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയും വേണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടിയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. റോഡുകളുടെ തകർച്ചയും കൃഷിഭവനിലെ ഫയലുകൾ ചാക്കിൽ കെട്ടി കർഷകരെ വഞ്ചിക്കലും ഉൾപ്പെടെ അവർ വിവിധ വിഷയങ്ങൾ പഞ്ചായത്തിനെതിരായി അവതരിപ്പിച്ചു. CCV ന്യൂസ് കൊണ്ടാഴി.